കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരുന്നു. കൊള്ളക്കാർ തട്ടിയെടുത്ത ഇറാൻ കപ്പലിനെ രക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം അറബിക്കടലിൽ. സൊമാലിയൻ കൊള്ളക്കാർ തട്ടിയെടുത്ത ഇറാനിയൻ കപ്പൽ സുരക്ഷിതമായി മോചിപ്പിക്കാൻ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ യുദ്ധക്കപ്പൽ INS സുമിത്രയെ വിന്യസിച്ചതായി നാവികസേന ഔദ്യോഗിക വക്താവ് അറിയിച്ചു. ഇന്ത്യൻ നേവിയുടെ മിഷൻ വിന്യസിച്ച യുദ്ധക്കപ്പലിന്റെ വേഗത്തിലുള്ള ഓപ്പറേഷൻ ഹൈജാക്ക് ചെയ്ത ഇറാനിയൻ കപ്പലിന്റെ ബന്ദികളാക്കിയ 17 കപ്പൽ ജീവനക്കാരെ രക്ഷിച്ചുവെന്നാണ് ഇന്ത്യൻ നാവികസേന അറിയിച്ചിരിക്കുന്നത്. ഹൂതികളെ വിട്ട് ലോകരാജ്യങ്ങളുടെ കപ്പലുകൾ ചെങ്കടലിൽ ആക്രമിക്കാൻ ചൂട്ടുപിടിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇറാന്റെ സപ്പോർട്ടുള്ള ഹൂതി ഇസ്ലാമിക ഭീകരന്മാർ ഇന്ത്യയുടെ 2 കപ്പലുകളും ആക്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ഇറാൻ സൊമാലിയൻ കപ്പൽ കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ട് സഹായത്തിന് നിലവിളിക്കുകയാണ്. അമാനുഷികമായ നിലവിളി മനുഷ്യഹൃദയമുള്ള നരേന്ദ്രമോദി കേൾക്കുകയും ഇറാൻ എന്ന ഭീകരന്മാർക്ക് കുടപിടിക്കുന്ന രാജ്യത്തിന് മാനുഷികമായ സഹായം എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അറബ് രാജ്യങ്ങളൊന്നും തന്നെ ഇറാന് സഹായം എത്തിക്കാനായില്ല. ഖത്തറും തുർക്കിയും കടൽ കൊള്ളക്കാരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. അതിനുള്ള കരുത്ത് പോലും അവർക്കില്ല. അറബിക്കടൽ അടക്കി ഭരിക്കുന്ന ഇന്ത്യൻ കരുത്തിന് മുന്നിൽ ഇക്കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ പോലും സല്യൂട്ട് ചെയ്തിരുന്നതും നമ്മൾ കണ്ടു. അന്ന് ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ രക്ഷിച്ചുവെങ്കിൽ ഇപ്പോൾ തീവ്ര ഇസ്ലാമിക് രാജ്യമായ ഇറാന്റെ കപ്പലാണ് ഇന്ത്യൻ നേവി രക്ഷിച്ചിരിക്കുന്നത്. ഇറാന്റെ കൂട്ടുകാരായ ഖത്തറും ബഹ്റിനും തുർക്കി, ഈജിപ്ത്, സിറിയ, ലെബനോൻ എല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പലിനെയും ജീവനക്കാരെയും ഒക്കെ സുരക്ഷിതമായി മോചിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നുവെന്നാണ് ഇന്ത്യൻ നാവികസേന വക്താവ് എക്സിൽ പറഞ്ഞിരിക്കുന്നത്. സൊമാലിയുടെ കിഴക്കൻ തീരത്തും ഏതൻ ഉൾക്കടലിലും കടൽക്കൊള്ള വിരുദ്ധ വിന്യാസത്തിലുള്ള യുദ്ധക്കപ്പൽ ഇറാന്റെ പതാകയുള്ള മത്സ്യബന്ധന കപ്പൽ ഇറാൻ ഹൈജാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സഹായത്തിനുള്ള നിലവിളി, അതായത് SOS ആദ്യമായി കിട്ടിയത് ഇന്ത്യൻ നേവിക്കാണ്. തുടർന്ന് ഇന്ത്യൻ യുദ്ധക്കപ്പൽ അങ്ങോട്ട് തിരിച്ചു. ഇന്ത്യയുടെ INS സുമിത്ര പടക്കപ്പൽ കടൽ കൊള്ളക്കാരെ തവിട് പൊടിയാക്കുമെന്നതിന് സംശയമില്ല. ഇപ്പോൾ പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം കടൽ കൊള്ളക്കാർ കപ്പലിൽ കയറുകയും അതിലെ 17 ജീവനക്കാരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. കപ്പൽ ജീവനക്കാരെ കെട്ടിയിട്ടിരിക്കുകയാണ്. കപ്പലിലെ സാധനങ്ങൾ പലതും കൊള്ളക്കാർ അവരുടെ ബോട്ടിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ പടക്കപ്പൽ സുമിത്ര ഇപ്പോൾ ഈ കപ്പലിനെ തടഞ്ഞു. ജീവനക്കാരെ സുരക്ഷിതമായി മോചിപ്പിച്ചിരിക്കുന്നു. കടൽ കൊള്ളക്കാരെ ഇന്ത്യൻ സൈന്യം കീഴ്പ്പെടുത്തുമോ അതോ കൊലപ്പെടുത്തുമോ എന്നത് വ്യക്തമല്ല. കടലിലെ എല്ലാ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയ്ക്കുള്ള ഇന്ത്യൻ നാവികസേനയുടെ ദൃഢനിശ്ചയത്തോടെയാണ് ഈ ദൌത്യം പ്രതീകപ്പെടുത്തുന്നു എന്നതാണ് നാവികസേന കൂട്ടിച്ചേർത്തത്. ബോട്ടിനൊപ്പം തന്നെ 17 ജീവനക്കാരെയും വിജയകരമായി മോചിപ്പിക്കുകയും ചെയ്തുവെന്നാണ് നാവികസേന പറയുന്നത്. ഇറാൻ കപ്പൽ പിന്നീട് അണുവിമുക്തമാക്കുകയും മുന്നോട്ടുള്ള ഗതാഗതത്തിനായി വിട്ടയക്കുകയും ചെയ്തു. 2008 മുതൽ കടൽ കൊള്ളയുടെ കുത്തൊഴുക്കിൽ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ സൊമാലിയയിൽ നിന്ന് തുടർച്ചയായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ചെങ്കടൽ മേഖലയിലെ സംഘർഷങ്ങൾക്കും സുരക്ഷാ ആശങ്കകൾക്കുമിടയിൽ വടക്ക് മധ്യ അറബിക്കടൽ മുതൽ ഏതൻ ഉൾക്കടൽ വരെയുള്ള ഒരു പ്രത്യേക സുരക്ഷാ പാളയം തീർത്തിട്ടുണ്ട്. റെഡ് സീയിൽ ഇന്ത്യ അതിന്റെ നാവിക സാന്നിധ്യം 10-12 യുദ്ധ കപ്പലുകളാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിലും സൊമാലിയയുടെ തീരത്തും ഏതൻ ഉൾക്കടലിലും കടൽക്കൊള്ള തടയുമെന്നും വ്യാപാര കപ്പലുകളെ സംരക്ഷിക്കുമെന്നും നാവികസേന യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ഇക്കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത്. ഇന്ത്യൻ നാവികസേന കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾ നിരവധി ഫ്രിഗേറ്റുകളും മറ്റ് കപ്പലുകളും ഉൾപ്പെടുന്ന വൻതോതിൽ സൈനികരെ അവിടെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.